ഹായ് നമസ്കാരം, ഞാൻ സൂരജ്. PHP മലയാളം ട്യൂട്ടോറിയൽ സീരീസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫ് കണ്ടീഷൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേരിയബിളിനെ കുറിച്ചാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ PHPയിൽ ഒരു ഇഫ് കണ്ടീഷൻ ഡിക്ലെയർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. PHPയിൽ ഒരു ഇഫ് കണ്ടീഷൻ ഡിക്ലെയർ ചെയ്യുവാനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇഫ് എന്നടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഫിന്റെ കുറച്ച് ഓട്ടോ കംപ്ലീഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ ഇഫ് കണ്ടീഷൻ അടിക്കുക, അതിനുശേഷം രണ്ട് പാരാന്തസിസ് കൊടുക്കുക. ഈ രണ്ട് പാരാന്തസിസിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ നമ്മുടെ കണ്ടീഷൻ കൊടുക്കുക. അതിനുശേഷം കണ്ടീഷൻ ശരിയാണെങ്കിൽ നമ്മൾക്ക് എന്ത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതിനുവേണ്ടി രണ്ട് കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കണം എന്ന് ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇവിടെയാണ്. നിങ്ങൾക്ക് ഇഫ് കണ്ടീഷൻ എങ്ങനെ വേണം ഡിക്ലെയർ ചെയ്യാം. ഞാൻ ഈ പാരാന്തസിസ് കഴിഞ്ഞിട്ട് വേണേൽ എനിക്ക് എൻ്റർ അടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ കണ്ടീഷൻ ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എൽസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്. സോ ഞാൻ എൽസ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ രണ്ട് കേർലി ബ്രേസസ് കൊടുത്തു. ഇപ്പോൾ ഈ രണ്ട് കേർലി ബ്രേസസിന്റെ ഉള്ളിൽ സംഭവിക്കുന്നത് ഇഫ് കണ്ടീഷൻ ശരിയാണെങ്കിലുള്ള കാര്യങ്ങളായിരിക്കും ഇതിന്റെ ഉള്ളിൽ നടക്കുക. ഈ കണ്ടീഷൻസ് ഒന്നും അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ രണ്ട് കേർലി ബ്രേസസിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഞാൻ ആദ്യമായി ഇഫ് 1 എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം എക്കോ ട്രൂ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ എക്കോ ഫാൾസ് എന്നും ഞാനിവിടെ കൊടുത്തു. ഇനി ഞാൻ കൺട്രോൾസ് അടിക്കുകയാണെങ്കിൽ എനിക്ക് ട്രൂ കിട്ടി. ഇതിനർത്ഥം 1 എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ട്രൂ എന്നാണ് അർത്ഥം. 0 എന്ന് പറഞ്ഞു കൊടുത്താൽ ഫാൾസ് എന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെയായിട്ടാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണക്കാക്കുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഒന്നാണ്, അതിനർത്ഥം അത് ട്രൂ എന്നാണ്. സോ ഇതിൻ്റെ ഉള്ളിൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായി. അതുകൊണ്ട് ഈ ട്രൂ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഞാനിവിടെ 0 ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു, അത് ഫാൾസ് ആണ്. അതുകൊണ്ട് ഇവിടെ ഫാൾസ് ഡിസ്പ്ലേ ചെയ്തു. ഞാനിവിടെ വേറെ എന്ത് ടെക്സ്റ്റ് കൊടുത്താലും അതവിടെ പ്രിന്റ് ചെയ്യുന്നതാണ്. ഹായ് എന്ന് പ്രിന്റായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് ഒരു ഇഫ് കണ്ടീഷൻ എഴുതുന്നത്. ഈ രീതിയിലല്ലാതെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ എഴുതാം. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിവിടെ കോൾ ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ്. ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്ന് കമന്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനത് കമന്റ് ചെയ്തു. അടുത്തതായി ഞാൻ പുതിയൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് തുറക്കുകയാണ്. അങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇഫ് അടിക്കുക, എന്നിട്ട് ഇതുപോലെ ഒരു പാരാന്തസിസ് കൊടുക്കുക, എന്നിട്ട് രണ്ട് കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. അതിനു മുമ്പേ ഞാൻ ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിന് ഞാൻ സൂരജ് എന്ന് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെയും വേരിയബിൾ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് സൂരജ് ഈക്വൽ ടു സൂരജ്. ഓക്കെ, അതായത് രണ്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അത് കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. നമ്മുടെ ഇഫ് കണ്ടീഷൻ ഇത് കമ്പയർ ചെയ്യും. അതായത് സൂരജ് എന്നുള്ളത് സൂരജ് തന്നെയാണോ എന്ന് കമ്പയർ ചെയ്യും. ഈ രണ്ട് വേർഡ്സ് തമ്മിൽ കമ്പയർ ചെയ്ത് നിങ്ങളിപ്പോൾ ഇവിടെ ഈക്വൽ ടു ആണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ ഞാൻ കൺട്രോൾസ് അടിച്ചാൽ അത് എറർ കാണിക്കുന്നതാണ്. സോ നമുക്ക് ആ ഓപ്പറേഷൻ അവിടെ പറ്റില്ല. ഞാൻ ഈക്വൽ ടു കൊടുത്തിട്ട് എസ് അടിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കമ്പാരിസൺ ഓപ്പറേറ്റർ എപ്പോഴും ഡബിൾ ഈക്വൽ ടു ആണ്. നിങ്ങൾ സിംഗിൾ ഈക്വൽ ടു അസൈൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ എപ്പോഴും കണ്ടീഷനിൽ കമ്പാരിസൺ ഓപ്പറേറ്റർ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ആ രണ്ട് ഈക്വൽ ടു ഇവിടെ കൊടുത്തു. എന്നിട്ട് ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഞാൻ ഇവിടെ എക്കോ ചെയ്തു, കറക്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ മാച്ച് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊടുത്തു. രണ്ടും മാച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഇതല്ല സിറ്റുവേഷൻ എങ്കിൽ നമുക്ക് അടുത്ത് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഞാൻ എൽസ് കൊടുത്തു, എന്നിട്ട് ഇവിടെ എക്കോ നോട്ട് മാച്ച് എന്ന് ഇങ്ങനെ കൊടുത്തു. ഇനി ഞാൻ കൺട്രോൾസ് അടിക്കുകയാണെങ്കിൽ എനിക്ക് മാച്ച് എന്ന് പറഞ്ഞ് കിട്ടും. കാരണം സൂരജിനോട് ഈക്വൽ ആണ്. ഞാനിവിടെ ഈ സൂരജ് കഴിഞ്ഞിട്ട് ഒരു ഐ കൊടുക്കാന്ന് വിചാരിക്കുക. ഇനി കൺട്രോൾസ് അടിച്ചാൽ എന്ത് സംഭവിക്കും, ഇത് സൂരജിനോട് ഈക്വൽ അല്ല, ഇത് വേറൊരു പേരാണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ എന്ത് കിട്ടും, നോട്ട് മാച്ച്ഡ് എന്ന് പറഞ്ഞു കിട്ടും.
അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ഒരു, ഞാനിത് കളയുകയാണ്, ബേസിക് ആയിട്ടൊരു ഇഫ് കണ്ടീഷൻ ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. ഇതുപോലെ നമ്മൾ നേരത്തെ കണ്ടു വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്തതെന്ന്. ഈ വേരിയബിൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, കോൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ സൂരജ് മാറ്റിയിട്ട് ഇവിടെ $നെയിം കൊടുത്തിട്ട് കൺട്രോൾ സെർച്ച് സംഭവിക്കും. അത് എഫക്റ്റ് തന്നെയാണ്, കാരണം ഇതിനുള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ സൂരജ് തന്നെയാണ്. നമ്മൾ ഡൈനാമിക് ആയിട്ട് ഇവിടെ കോൾ ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. ഇനി ഞാൻ ഇവിടെ മാറ്റം വരുത്തി സൂരജ് എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇത് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചു, മാച്ച് ആണെന്ന് നമുക്ക് കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക് ആയിട്ടൊരു ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത്. ഇനി വേറൊരു കണ്ടീഷൻ ഉണ്ട്, അതായത് ഇഫ് എൽസ് കണ്ടീഷൻ ഉണ്ട്. അതായത് ഈ എൽസ് എന്ന് നമ്മൾ കൊടുക്കുന്നത് ഇതല്ലെങ്കിൽ, ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ ഇതല്ലെങ്കിൽ വേറൊരു കണ്ടീഷൻ, അതായത് കണ്ടീഷനുള്ളിൽ വേറൊരു കണ്ടീഷൻ നമുക്ക് നെസ്റ്റഡ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ ഒരു നമ്പർ ഇവിടെ കൊടുത്തു. ഓക്കെ, $num കൊടുത്തു, ഞാൻ 10 കൊടുത്തു. ഈ നമ്പറിന്റെ വാല്യൂ നിങ്ങൾ സ്ട്രിംഗ് അല്ല ഒരു ഇന്റിജർ ആണ് അടിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ സ്ട്രിങ്ങിന്റെ 2 ഡബിൾ കോട്ട്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്പർ കൊടുക്കാവുന്നതാണ്. ഞാൻ 10 കൊടുത്തു. ഇനി ഞാൻ കൺട്രോളേഴ്സ് അടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, മാച്ച് ആണ്, കാരണം 10 10നോട് ഈക്വൽ ആണ്. ഞാനിവിടെ 11 എന്നാണ് കൊടുക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും, അത് നോട്ട് മാച്ച്ഡ് ആണ്. ഇപ്പോൾ എനിക്ക് വേറൊരു കാര്യം ചെയ്യണം, അതായത് ഞാൻ 11 എന്ന അടിക്കുന്നെങ്കിൽ എനിക്ക് നമ്പർ മാച്ച് ടു 11 എന്ന് പറഞ്ഞ് കിട്ടണം. 10നോടാണ് ഞാൻ അടിക്കുന്നതെങ്കിൽ നമ്പർ മാച്ച് ടു 10 എന്ന് പറഞ്ഞ് കിട്ടണം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ കണ്ടീഷൻസ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ 11 അടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, ഡയറക്റ്റായി ഇത് എൽസിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 11 എന്ന് കൊടുത്താലും എനിക്ക് ഇവിടെ എന്ത് സംഭവിക്കണം, റിസൾട്ട് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാനിവിടെ എൽസ് മാറ്റി എൽസ് ഈഫ് ഇട്ടു. ഓക്കെ, എൽസ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ഈഫ് കൊടുത്തു. ഇനി ഞാൻ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കണം. ഇനി നമ്മളിവിടെ കേർലി ബ്രേസസ് കൊടുക്കരുത്. നമ്മൾ ഇവിടെ പുതിയതായിട്ടൊരു കണ്ടീഷൻ, ഇതല്ലെങ്കിൽ എന്ത് കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഞാൻ അവിടെ നമ്പർ ഇട്ടു, നമ്പർ ഈക്വൽ ടു, അതിപ്പോൾ 10 ആണ് എന്ന് വിചാരിക്കുക. 10 ആണെങ്കിൽ എന്ത് സംഭവിക്കണം, നമ്പർ മാച്ച് ടു 10. ഓക്കെ, ഞാൻ ഇങ്ങനെ ചുമ്മാ ഒരു കാര്യം ഡിസ്പ്ലേ ചെയ്യണം. ഞാൻ ഈ കൺട്രോൾസ് അടിച്ച് എന്ത് സംഭവിക്കും, നമ്പർ മാച്ച് ടു 10. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് സംഭവിച്ചു, റിസൾട്ട് ഇവിടെ വന്നു. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ എനിക്ക് വേറൊരു കാര്യം പ്രിന്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് എൽസ് ഇഫ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എൽസ് എന്ന് പറഞ്ഞു കൊടുക്കാം. എൽസ് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് എക്കോ നോ മാച്ച് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഞാൻ കൺട്രോൾസ് അടിക്കുകയാണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല, കാരണം ഇത് ഇതിനോട് മാച്ച് ആണ്. സോ ഞാനിവിടെ ഒരു 12 കൊടുത്തിട്ട് കൺട്രോൾസ് അടിച്ച് എന്ത് സംഭവിക്കും, ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എക്സിക്യൂട്ട് ആയി, നോ മാച്ച് എന്ന് പറഞ്ഞു നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് നമുക്ക് കിട്ടുക. ഇനി ഞാൻ ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ, നമ്മൾ 2 നമ്പർ എടുത്തിട്ട് നമുക്ക് ബിഗർ ഏത് വാല്യൂ ആണ് നമുക്ക് കമ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എ കൊടുത്തു, അടുത്തായി ഞാൻ അടുത്തൊരു വാല്യൂ കൊടുത്തു, ബി കൊടുത്തു, 20 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൽ ഏതാണ് വലുതെന്ന് നമുക്ക് നോക്കണം, ബിഗസ്റ്റ്. സോ ഞാനിവിടെ നമ്പർ മാറ്റി, ഈക്വൽ ടു അല്ല അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ലെസ് ദാൻ. ഞാനിത് കൂടുതൽ കമ്പാരിസൺ ഓപ്പറേറ്റർ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു ലെസൺ എടുക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന പോലെ തന്നെയാണ്. ഉദാഹരണത്തിന് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ സിമ്പിൾ ഇടും. ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സിമ്പിൾ ഇടും. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലോ നമ്മൾ ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ ഈ ഓപ്പറേറ്റർ ഉപയോഗിക്കും. ഓർ എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കും. നമ്മളിത് ബൂളിയൻ ഓൾജിബ്രയിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സിമ്പിൾസ് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ ടാസ്ക് എങ്ങനെ അക്യൂർ ചെയ്യാൻ നമുക്ക് നോക്കാം. സോ നമ്പർ മാറ്റിയിട്ട് ഞാനിവിടെ എ കൊടുത്തു. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് കൊടുക്കുക.
ഓക്കെ, ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ, അതായത് എയുടെ വാല്യൂ ആണ് ബിനേക്കാളും വലുതെങ്കിൽ എന്ത് സംഭവിക്കും? എ ഈസ് ബിഗർ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി രണ്ടാമത് ഞാനിവിടെ എ കൊടുത്തു. ഇനി ബി ആണ് ബിഗർ എങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ബി ഈസ് ബിഗർ എന്ന് പറഞ്ഞ് കിട്ടണം. ബി ഈസ് ബിഗർ. എൽസ് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. സോ ഇനി ഞാൻ കൺട്രോൾ അടിച്ച് എന്ത് സംഭവിക്കും? ബി ഈസ് ബിഗർ എന്ന് പറഞ്ഞ് കിട്ടി. കാരണം ബി ആണ് എന്ത്? ലാർജസ്റ്റ് വാല്യൂ. സോ ഇങ്ങനെയാണ് ബേസിക് ആയിട്ടൊരു എൽസ് ഇഫ് കണ്ടീഷനും ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി വേണമെങ്കിൽ 3 നമ്പേഴ്സ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. അതായത് 2 വാല്യൂയിലിട്ട് സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ടാസ്ക് ആണ്. അതായത് നിങ്ങൾ 3 നമ്പറിൽ ഏതാണ് ബിഗസ്റ്റ് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുക. ഞാനിപ്പോൾ 2 നമ്പറെ കാണിച്ചിട്ടുള്ളൂ. നിങ്ങളെ ലോജിക് അനുസരിച്ച് ഇതാണ് ബേസിക് ഐഡിയ. ഈ ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾ 3 നമ്പറിൽ ഏറ്റവും വലുതെന്ന് കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു ടാസ്ക് ആണ്. നിങ്ങളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് PHP യിലുള്ള if else കണ്ടീഷന്റെ ബേസിക്സ്.